പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ പലപ്പോഴും പല കാര്യങ്ങളെ ഓർത്ത് ഭയന്ന് നിൽക്കാറുണ്ട്. പല വ്യക്തികളെ ഓർത്ത് ഭയന്ന് നിൽക്കാറുണ്ട്. പല സാഹചര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോഴേക്കും ഞാനിതെങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് ഓർത്ത് ഭയന്ന് നിൽക്കാറുണ്ട്. എന്നാൽ കർത്താവ് നമ്മളോട് ഇന്ന് ഈ ഒരു നിമിഷം നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊപ്പമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ചിന്തകളിൽ പ്രകാശം വീശുന്ന ദൈവമാണ്. ഭയപ്പെടേണ്ട, നിന്റെ തീരുമാനങ്ങളിൽ ഞാൻ ഒപ്പം നിൽക്കുന്ന ദൈവമാണ്. കർത്താവ് എപ്പോഴും കർത്താവിൻ്റെ അജഗണത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ്: എങ്ങോട്ട് പോയാലും ദൈവത്തിൻ്റെ പരിപാലനയും ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവം വാഗ്ദാനം ചെയ്തു തന്നിരിക്കുകയാണ്. ഇറ്റ്സ് എ പ്രോമിസ് ഫ്രം ഗോഡ് ദാറ്റ് ഹി വിൽ ബി വിത്ത് അസ്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും നമ്മൾ അകലരാകേണ്ട കാര്യമില്ല, ഒന്നിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. സങ്കീർത്തനം 23 ദാവീദ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്: മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കരം എൻ്റെ കൂടെ ആയതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല. അവൻ്റെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവിൻ്റെ ആ ഒരു പരിപാലനയാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്. നമ്മളൊരിക്കലും കാഴ്ചയാലെ നയിക്കപ്പെടുന്നവരാവരുത്, വിശ്വാസത്താലെ നയിക്കപ്പെടുന്നവരാവണം. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഫേവറബിൾ ആയിരിക്കണമെന്നില്ല, നമുക്ക് സ്വീകാര്യമായിരിക്കണമെന്നില്ല, നമുക്ക് അനുകൂലമായിരിക്കണമെന്നില്ല. പക്ഷേ ലോകം മുഴുവനും നമുക്ക് പ്രതികൂലമായി തീർന്നാലും നമ്മൾ കർത്താവിൻ്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ, ദൈവവചനം അനുസരിച്ച് മാത്രമാണ് നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, കർത്താവ് എന്നേക്കും നമുക്ക് അനുകൂലമാണ്. കർത്താവ് നമുക്ക് അനുകൂലമാണെങ്കിൽ ഒന്നിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പലപ്പോഴും ഭയം വരുന്നത് ഇനി എന്തെന്ന് അറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നാണ്. എന്നാൽ സർവശക്തനായിട്ടുള്ള ദൈവം, സർവജ്ഞാനിയായിട്ടുള്ള ദൈവം നമ്മളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ, ഇമ്മാനുവേലായിട്ടുള്ള കർത്താവ് നമ്മളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? കാരണം അവൻ്റെ സാന്നിധ്യമാണ് നമ്മളെ നയിക്കുന്നത്. കാഴ്ചയാലെ നയിക്കപ്പെടുന്നവരല്ല, വിശ്വാസത്താലെ നയിക്കപ്പെടുന്നവരാവാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇതേ വിശ്വാസത്തിലേക്ക് നയിക്കാനും നമുക്ക് കർത്താവിനോടൊപ്പം ദൃഢതയോടുകൂടി, അതുപോലെ തന്നെ വിശ്വാസത്തോടുകൂടി, ഭയമില്ലാത്തവരായിട്ട് കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.